2025 റീ റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ചിത്രമാണ് രാവണ പ്രഭു. ഇപ്പോൾ ചിത്രം വീണ്ടും തിയേറ്ററിലേക്ക് വരുന്നു എന്നാണ് കേൾക്കുന്നത്. മാർച്ച് 6-ന് ചിത്രം വീണ്ടും റീ റിലീസ് ചെയ്യുകയാണ് എന്ന് അറിയുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിൽ റീ റിലീസ് ചെയ്ത ഭൂരിഭാഗം ചിത്രങ്ങളും സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററും ഒക്കെ ആയ ചരിത്രമാണ്. രാവണ പ്രഭു അതിലൊന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും രാവണ പ്രഭു ഈ ഒരു റംസാൻ കാലത്ത് തിയേറ്ററിൽ എത്തുമ്പോൾ അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. കാരണം ഉദയനാട് താരം പോലെയൊക്കെ കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് പോലും ആരാധകർ ആരും തന്നെ വലിയ രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നില്ല. മോഹൻലാലിന്റെ ഒരു റീ റിലീസ് പരാജയമായി റൺ ബേബി റൺ മുൻപ് മാറിയിരുന്നു. കാരണം പ്രേക്ഷകർക്ക് ഒരു തരത്തിലും എക്സൈറ്റ്മെന്റ് നൽകാത്ത ഇത്തരം ചിത്രങ്ങൾ വളരെ ഫോഴ്സ്ഡ് ആയിട്ട് റീ റിലീസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഉദയനാട് താരത്തിന്റെ കാര്യത്തിൽ ആ ചിത്രം പലതവണ റീ റിലീസിന് പ്ലാൻ ചെയ്തു, അതിന്റെ റിലീസ് ഡേറ്റ് തീരുമാനിക്കുകയൊക്കെ ചെയ്തു, തിയേറ്റർ ചാർട്ടിംഗ് ഉൾപ്പെടെ നടന്നു. പക്ഷേ ആരാധകർ ഒന്നും തന്നെ അത് വലിയ രീതിയിൽ ഗൗനിച്ചില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ചിത്രം റീ റിലീസ് ചെയ്തിട്ടില്ല. റീ റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ വലിയ പരാജയമായി മാറും, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് രാവണപ്രഭു ഒരിക്കൽ റീ റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയതിനു ശേഷം ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അത് തിയേറ്ററിൽ എത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു റീ റിലീസ് വിജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത് ഭൂരിഭാഗം പ്രേക്ഷകർ അത് തിയേറ്ററിൽ ആസ്വദിച്ച് കണ്ടതുമാണ്. എന്തായാലും ഇനിയൊരു റീ റിലീസ് പെട്ടെന്ന് തന്നെ എന്തിനാണ് വെക്കുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ മറ്റ് പുതിയ ചിത്രങ്ങളൊന്നും റിലീസിന് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം തിയേറ്റർ ഉടമകൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തത്. എന്തായാലും അത് വർക്കാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. സാധ്യത എന്തായാലും പരാജയപ്പെടുന്നതിന് വേണ്ടിയാണ്. റീ റിലീസിന്റെ ഒരു ട്രെൻഡ് തുടരെ ചിത്രങ്ങൾ വരുമ്പോൾ മടുപ്പായിരിക്കും ഉണ്ടാവുക. റീ റിലീസിന് കുറച്ച് സമയങ്ങൾ എടുത്ത് ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. മോഹൻലാലിനെ സംബന്ധിച്ച് തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരുപാട് ചിത്രങ്ങൾ റീ റിലീസിന് പറ്റിയതുണ്ട്. എന്നാൽ അതേക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ കേട്ടിട്ടില്ല. റീ റിലീസ് ചെയ്ത ചിത്രങ്ങൾ തന്നെ വീണ്ടും റീ റിലീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയില്ല. ആശീർവാദ് സിനിമാസ് അല്ല ഇതിന്റെ പിറകിൽ. കാരണം അവർ ആ ചിത്രത്തിന്റെ എല്ലാ റൈറ്റ്സും വിറ്റതാണ്. മറ്റേതൊക്കെയോ ആളുകളാണ് ഈ ചിത്രത്തിന്റെ റീ റിലീസിന് പിറകിലുള്ളത്. എന്തായാലും റീ റിലീസിന് വേണ്ടി കാത്തിരിക്കാം. ഭൂരിഭാഗം ആളുകളും ചിത്രം തിയേറ്ററിൽ അടുത്ത് തന്നെ കണ്ടതുകൊണ്ട് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമൊന്നും തിയേറ്ററിൽ എത്താൻ സാധ്യതയില്ല. കൂടുതൽ ഷോകളും കാര്യങ്ങളൊന്നും ചിത്രത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല.